അപ്പം ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ ചേച്ചി. നമ്മൾ ഇനി ഉദ്ധാനത്തിന്റെ ഒരുപാട് ആനന്ദവും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയ എഴുത്തുകാരി ആനി വള്ളിക്കാപ്പനോടൊപ്പം തന്നെയാണ് നമ്മുടെ ആനി ചേച്ചിയുടെ കൂടെയാണ്. ചേച്ചി എനിക്കൊന്നു ചേച്ചിക്ക് ഈസ്റ്ററിനെ സംബന്ധിച്ച കഥകൾ പറയണ്ടോ? അതിൽ കൂടാതെ എനിക്കൊന്ന് ഈ പള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇതെന്റെ ഇടവക പള്ളിയാണ്. പിന്നെ ഞാൻ കൊച്ചിലെ ബോർഡിങ്ങിൽ നിന്നൊക്കെ വരുമ്പോ ഇവിടെയാണ് വേദപാഠം പഠിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. കൊച്ചിലെ ഞാൻ ഇവിടെ വരാൻ ഇങ്ങനെ കാത്തിരിക്കും, കാരണം വീട്ടിൽ വരാമല്ലോ. പിന്നെ എന്റെ അച്ചാച്ചനെ അടക്കിയിരിക്കുന്ന ഇവിടെയാണ്. അച്ചാച്ചൻ പോയിട്ട് 6 വർഷമായി. അപ്പം അച്ചാച്ചന്റെ നമ്മുടെ കല്ലറ ഇവിടെയാണ്. അപ്പം എപ്പോഴും ഈ പള്ളി വീട് കഴിഞ്ഞ പിന്നെ അതെ 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 തീർച്ചയായിട്ടും. അച്ഛൻ ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. നാട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഈസ്റ്ററിന് വന്നത്. ഇത് നമ്മുടെ വികാരിയച്ഛനാണ്, ദേവസ്യച്ഛൻ. നമ്മുടെ പുസ്തകങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നല്ല പരിചയം, നല്ല അടുപ്പമൊക്കെ എല്ലാവർക്കും തോന്നാറുണ്ട്. നമ്മുടെ യൂത്തിനൊക്കെ എപ്പോഴും ഈ ആനി വള്ളിക്കാർ, ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് +2-ല്. അപ്പൊ അവിടുത്തെ കുട്ടികളും ഇവിടുത്തെ യൂത്ത് ആണെങ്കിലും എപ്പോഴും ഫോളോ ചെയ്യുന്ന പേജും പുസ്തകവും ഒക്കെയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം. ആനിയിലൂടെ ഒരുപാട് നമ്മുടെ നാടും അറിയപ്പെടുന്നുണ്ട്. അതിലും വലിയ സന്തോഷം. ഷാലോമിലെ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും. ഒപ്പം ഷാലോം പ്രേക്ഷകർക്ക് ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഒരുപാട് നിങ്ങളുടെ പരിപാടികൾ നന്നായിട്ട് നടക്കട്ടെ. നമുക്ക് സെമിത്തേരി വന്നൊന്ന് പോയിട്ട് വരാവേ. നല്ല മഴയാണ്. ഞാൻ എപ്പം മാർമലെ വന്നാലും ഉണ്ടല്ലോ ഒരു മഴ. ചേച്ചിക്ക് മാർമലേനെ മഴയുള്ളപ്പോഴാണോ വേനലുള്ളപ്പോഴാണോ ഇഷ്ടം? എനിക്ക് മഴയുള്ളപ്പോഴാട്ടോ. മഴയത്ത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി വരണേ. ഇത് ഈയിടെയാണ് ഇങ്ങനെ പണിതത്. എന്താ കേട്ടോ അച്ചാച്ചന്റെ കല്ലറ. ചേച്ചി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടോ ചേച്ചനെ? തീർച്ചയായിട്ടും ഒത്തിരി മിസ് ചെയ്യുന്നു. ഐ വാസ് വെരി ക്ലോസ് ടു മൈ ഫാദർ. എനിക്ക് ഭയങ്കര കൂട്ടായിരുന്നു. ഭയങ്കര റഫ് ആൻഡ് ടഫ് ഒക്കെ ആയിരുന്നെങ്കിലും അച്ചാച്ചന്റെ ഒപ്പം നിൽക്കാനായിട്ട് ഞാനായിരുന്നു കൂടുതലും. എനിക്ക് ആ ഒരു വൈബ് കിട്ടുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പും ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. ജീവിതത്തെക്കാളും മരണമാണ് ഒരു ഉയർപ്പ് എന്നെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഒരു പ്രത്യാശ. അതെ, ഒരു പ്രത്യാശ. പിന്നെ ഇതുകൊണ്ടൊക്കെ ആണല്ലോ നമ്മൾ ഇവിടെ വരുന്നതും. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്ക് വരുന്നത് തന്നെ അച്ചാച്ചനെ കാണണം, അമ്മയെ കാണണം. അപ്പം നമുക്ക് വരാൻ ഓരോ കാരണങ്ങളും കൂടാണ്. നമുക്ക് എന്നാ വീട്ടിലോട്ട് പോവാം. ഇവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ്, സെറ്റാണ്. നമുക്ക് കോഴിയും പിടിയും ഉണ്ടാക്കാനായിട്ടുള്ള സംഗതികളെല്ലാം റെഡിയാണ്. നമുക്ക് ഉണ്ടാക്കിയാലോ? തുടങ്ങാം. ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ആദ്യം നമുക്ക് കോഴിക്കറി അങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടി എളുപ്പമാണ്, ചൂടോടെ കഴിക്കാം. അതെ അതെ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഈ കോഴിക്കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോഴിയാണ് വേണ്ടത്. 1/2 കിലോ കോഴി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സവോളയും ചേർക്കാം. പിന്നെ പച്ചമുളക്, തക്കാളി. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന കോഴിയുടെ അളവിനനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണേ. ഒരു പാകത്തിന്. അതെ അതെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗരം മസാല ഇടും. ഗരം മസാല ഇല്ലെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത് മതി. പിന്നെ എണ്ണ വേണം, ഉപ്പ് വേണം. ഈ കടുക് നമുക്ക് അവസാനം മറ്റേ പിടിയുടെ ഇതിന് ചേർക്കാനുള്ള. നമ്മുടെ ഈ കോഴിക്കറിക്ക് കടുകൊന്നുമില്ല. പിന്നെ കറിവേപ്പിലയും കൂടെ വേണം. അപ്പൊ നമുക്ക് ആദ്യമേ സവോള എടുത്ത് കട്ട് ചെയ്യാവേ. നമ്മൾ സാധാരണ സവോള കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ നീളത്തിലല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പം അതിന് പകരം ഈ കറികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പൊ ഞാൻ ഇത്തവണ ഇതിന് നമുക്ക് അങ്ങനെ ഇട്ട് നോക്കാം. ഞാനത് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ രീതിയിൽ സവോള അരിയുമ്പോഴും ഓരോ രുചിയാണ്. അതെ അതെ അതെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട്, ഒത്തിരി ചെറുതാക്കണം എന്നും ഇല്ല കേട്ടോ, കാരണം കോഴിക്കറി ആയതുകൊണ്ടേ വലിയ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മള് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്, എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? ഇത് നമുക്ക് ഗ്യാസ് കത്തിക്കാം, എണ്ണ ഒഴിക്കാം. ഇച്ചിരി ഒന്ന് ചൂടായിക്കോട്ടെ. ഈസ്റ്റർ എന്ന് പറയുമ്പോഴേ നോമ്പ് പൊട്ടിക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തേത്. അപ്പൊ ചേച്ചിയുടെ ഈ
നോമ്പ് പൊട്ടിക്കൽ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എനിക്ക്. പക്ഷേ ഇറച്ചിനെക്കാളും ഇഷ്ടം മീനാണേ. അപ്പൊ മീൻകറി കൂട്ടുക, മീനിന്റെ പല വെറൈറ്റി, അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോ നമുക്ക് കുറച്ചുകൂടി ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നേ. നമുക്ക് സിമ്മി വെക്കാൻ, നല്ല ചൂടായിട്ടുണ്ട്. സവോള രസാ ഇന്നത്തൊട്ട് നമ്മളേ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളി ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതൊന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം, ഒന്ന് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട്. തുള്ളി ഉപ്പിട്ട് കൊടുക്കുക ഞാൻ. അപ്പൊ അതൊന്ന് നല്ല വാടി കിട്ടും. ചേച്ചി വഴണ്ട് വരാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ, നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ കുഞ്ഞുള്ളിയും കൂടി ഇടുകയാണേ. അതിനൊരു ടേസ്റ്റ് ഉണ്ട് പ്രത്യേകം. അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചമുളക് കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമ്മള് അവിടെ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചിലർക്ക് ഇഷ്ടമായി, ഈ പച്ചമുളകും ഇതിന്റെ കൂടെ കിടക്കുന്നത് ഇഷ്ടമാണ്. അതിന്റെ ഒരു രുചി ഇറങ്ങി വരുന്നത് ഭയങ്കര. അതെ അതെ, അതുകൊണ്ട് ആദ്യം ഇച്ചിരി ഇട്ട് നോക്കാം നമുക്ക്. അതുപോലെ ചേച്ചി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ചേച്ചിയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഒരു 2011 സമയത്തൊക്കെയാണ് തുടങ്ങിയെന്ന് പറയുന്നത്. അല്ല, 2011 കാവൽക്കാരി പബ്ലിഷ് ചെയ്തത്. അതിന് മുന്നേ ഞാൻ തുടങ്ങി. എന്റെ കല്യാണത്തിനൊക്കെ മുന്നേ എഴുതുകയല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്നാ പറയുന്നത്, പെട്ടെന്ന് സംഭവിച്ചതാണ്. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എനിക്ക് എഴുതണം, അങ്ങനെ മുൻകൂട്ടി ചെയ്ത സംഭവമൊന്നുമല്ല. അങ്ങനെ വന്നു, അങ്ങനെ എഴുതി. അപ്പം ചാച്ചനൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു എഴുത്ത്? അച്ചാച്ചനൊക്കെ ഞാൻ എഴുതുന്ന കേട്ടപ്പോ ഒരു അന്തം വിട്ട് ഇത് ഇവക്ക് എന്താ പറ്റിയതെന്ന് എല്ലാരും എന്നെ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് ഒക്കെ ചോദിച്ചേ, താൻ എഴുതി കഴിയുമ്പോ ഒന്ന് കാണിക്കണം കേട്ടോ ഞങ്ങള് എന്താ എഴുതിയിരിക്കുന്നത്. കാരണം ഞാൻ ക്ലാസ്സിൽ നോട്ട് ഡിക്റ്റേറ്റ് ചെയ്താൽ പോലും എഴുതാത്ത ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളാ ഇങ്ങനെ എഴുതിയെന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. ഭയങ്കര ഗ്രഹാതുരത്വമാണ് ചേച്ചിയുടെ എല്ലാ എഴുത്തിനും. ഒരു റീകോളിംഗ് ഉണ്ട്, ഒരു നേച്ചറിന്റെ ഒരു റീകോള്. എല്ലാത്തിലേക്കും തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിലും ഒരു മടങ്ങി വരവ്, ഒരു തിരിച്ചു വരവ്, അതിനോട് റിലേറ്റ് ചെയ്താ ചേച്ചിയുടെ എല്ലാം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റ് ഫീൽ എന്നൊക്കെ പറയത്തില്ലേ? അതെ, ഞാനിപ്പോഴും ഈ പറയുന്ന ഓർമ്മകളെ ചേർത്ത് പിടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെപ്പറ്റി, പഴയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനും. പിന്നെ എഴുത്തിലെല്ലാം അത് വരുന്നുണ്ട്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അതാണ്. കാവൽക്കാരി വായിച്ച പലരും എന്റെ ജീവിതമാണോ എന്ന് ചോദിക്കുന്നത്. എന്റെ കഥ അല്ലാതായിട്ട് ആർക്കും അതിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ഞാൻ റിയൽ ആയിട്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ചുറ്റും ഞാൻ കാണുന്നത് അല്ലെ, ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അതിന്റെ മനസ്സിലേക്ക് ഒത്തിരി എടുത്തു വെക്കും. അപ്പൊ അങ്ങനെ എഴുതുമ്പം അതിന് കൂടുതൽ ലൈഫ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ ജീവിതം എന്ന് പറഞ്ഞപ്പോഴാണ്, കർത്താവ് 12ാം വയസ്സിൽ കർത്താവിനെ കാണാതായി കണ്ടു കിട്ടിയ പോലെ ഞാനും ഒരു പോക്ക് പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നേ. അപ്പം നമുക്കിവിടെ തോട്ടമൊക്കെ ആയതുകൊണ്ട് അടുത്തൊന്നും സ്കൂൾ ഉണ്ടായിരുന്നില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു തുള്ളി ഇട്ടാ മതി. ചെറുതിലെ ഞാൻ അമ്മ വീട്ടിൽ നിന്നാ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബോർഡിങ്ങിൽ ആദ്യമായിട്ട് നിർത്തുക. ഏറ്റുമാനൂര് ഒരു അൽഫോൻസ റെസിഡൻഷ്യൽ എന്നായിരുന്നു, അവിടെയായിരുന്നേ. അപ്പം അവിടെ കൊണ്ട് നിർത്തിയപ്പോ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതായത് ആദ്യത്തെ എക്സ്പീരിയൻസ്. ആൻഡ് ഏത് ക്ലാസ്സിലത്? ഞാൻ അന്ന് 4ാം ക്ലാസ്സിലാണ്. കുറേ ദിവസം നമുക്ക് അവധി ഉണ്ടാവില്ലേ, വലിയ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പോ നമുക്ക് മുളക് പൊടി ഇടാം. അപ്പൊ ആ വലിയ വെക്കേഷന്റെ അവധി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അച്ചാച്ചൻ എന്നെ കൊണ്ട് വിട്ടിട്ട് പോയി. അപ്പം ഞാൻ വിചാരിക്കുന്ന എന്നാന്നറിയോ, അച്ചാച്ചൻ എന്നെ കൊണ്ട് വിട്ടിട്ട് പോയിട്ടല്ലേ ഉള്ളൂ, പുറകെ പോവാ. അങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തും. ഇപ്പൊ വീട്ടിലെത്താന്നും പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയിട്ട് വരുമ്പം അവിടുത്തെ ഗേറ്റ് തുറന്നു കിടക്കുന്നു. ഇത് തന്നെ തക്കം കിട്ടിയ അവസരം, നല്ല അവസരം എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഒരൊറ്റ ഇറങ്ങിപ്പോക്ക് പോയി. സ്കൂൾ യൂണിഫോം, എന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു ഡയറി കിടപ്പുണ്ടാവും, ഒരു കുഞ്ഞു ഡയറി. അതിനകത്ത് എന്തോ ഭാഗ്യത്തിന് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബോർഡിങ്ങിന്റെ അവിടുന്ന് ആ പട്ടിത്താനത്ത് നിന്ന് നടന്ന് ഞാൻ കിടങ്ങൂര് വരെ പോയി. അതൊരു ഏകദേശം ഒരു 7-8 കിലോമീറ്റർ, 7-8 അല്ലെങ്കിലേ ഉള്ളൂ നടന്നു. ഒരു ഉച്ചയ്ക്ക് നടന്നിട്ട് വൈകുന്നേരം 6 മണിയായി ഞാൻ അവിടെ കിടങ്ങൂര് സ്റ്റാൻഡിൽ എത്തുമ്പോ. അപ്പൊ മഴ ചെറുതായിട്ട് തൂളാൻ തുടങ്ങി. എനിക്ക് പേടിയായി. ഞാൻ അവിടെ ഒരു ആധാരവെഴുത്ത് ഓഫീസിന്റെ മുന്നിൽ കയറി നിന്നേ.
അപ്പൊ അവിടെ ഒരു അങ്കിൾ ഇരിപ്പുണ്ട്, നല്ല ജുബയൊക്കെ ഇട്ട് നല്ല സ്വർണ്ണമാലയൊക്കെ ഇട്ട് നല്ലൊരു അങ്കിള്. അപ്പൊ അങ്കിൾ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരോട് പറഞ്ഞു, എന്റെ ആ നിപ്പും കരച്ചില് കണ്ണൊക്കെ നിറഞ്ഞ് വിഷമാകാൻ തുടങ്ങി. അത് പന്തിയല്ലെന്ന് കണ്ടപ്പം അങ്കിള് പറഞ്ഞു, ഈ കൊച്ചിന്റെ തല തോർത്തി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇനിയിപ്പോ എന്താ നമ്മുടെ തല തോർത്തി നമുക്ക് തല തോർത്താൻ ഒരു മിനിറ്റ്. മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഇടാം, ഇച്ചിരി മല്ലിപ്പൊടി ഇളക്കിയിട്ട് എന്നിട്ട് പിന്നെ പുള്ളി എന്നെ അപ്പുറത്തെ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ എല്ലാവരും പോലീസുകാരുടെ മുടി വെട്ടുക കേട്ടോ, എല്ലാവരും മുടി വെട്ടുക. അവിടെ സെല്ലിലൊന്നും ആരും ഇല്ല. പിന്നെ ഞങ്ങള് ഭയങ്കര കൂട്ടായി. പിന്നെ എല്ലാരും വരുന്നു വിളിക്കുന്നു. ടീച്ചേഴ്സൊക്കെ അപ്പോഴാണ് ഞാൻ അവിടെ ഇല്ല എന്ന് പറയുന്നത്. പിന്നെ എല്ലാരും വന്നു. ഇച്ചിരി നമുക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. ഇതിപ്പോ ഞാൻ ഇച്ചിരി ചിക്കൻ മസാലയായിട്ടോ ചേർക്കുന്നേ, അല്ല ഇച്ചിരി ചേർത്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ. അപ്പൊ പല ഒന്ന് ഇടയ്ക്കൊന്നും ഞാനും മിസ്സായിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി തക്കാളി ഇടാം. തക്കാളി ഇടണം. പെട്ടെന്നൊന്നും ആയി കിട്ടാൻ വേണ്ടിട്ടാണ്, ചെറുതായിട്ടായിരുന്നു ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ നല്ല ഈ സമയത്ത് ഈസ്റ്ററിന്റെ സമയത്ത് അമ്മ കുട്ടനാട്ടുകാരിയാണ്. അപ്പം നല്ല കരിമീൻ മപ്പാസും ഇല പൊള്ളിച്ചതും പിന്നെ ഡക്ക് റോസ്റ്റും. ഞങ്ങൾക്ക് എപ്പോഴും ഈസ്റ്ററിന് രാവിലെ പാലപ്പമായിരിക്കും മിക്കവാറും. എനിക്കൊന്ന് കോട്ടയത്തൊക്കെ ഒരു രീതി അതാണല്ലോ, രാവിലെ പാലപ്പവും സ്റ്റൂവും, അത് മട്ടൺ സ്റ്റൂ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡക്ക് റോസ്റ്റ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഞാൻ പറഞ്ഞില്ലേ മീൻ ഐറ്റംസ് ആണ് കൂടുതലും ഒരു ഇഷ്ടം. എന്നെ ഞാൻ വിചാരിക്കും ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതിലും പകരമില്ല നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് അതെ ഉള്ളത് ഇതായിട്ട് എത്രയോ പേര് കഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടെന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അത്രയും കാത്തിരിക്കത്തില്ലേ, നമ്മള് നോയമ്പൊക്കെ എടുത്ത് ഇത് മുറിക്കാൻ വേണ്ടി ഭയങ്കര കൊതിയോടെ കാത്തിരിക്കുന്നു. ഇപ്പോഴത്തെ അങ്ങനെ ഒരു കൊതി ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ആക്സസിബിൾ ആ. പണ്ടൊക്കെ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും ഇറച്ചി മീന് അങ്ങനത്തെ രീതികളൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല. അതെ, അതുകൊണ്ടൊരു നോമ്പ് തുറക്കാന്ന് പറയുന്നത് ഭയങ്കര. അതെ, ഞാൻ ഇനി ഇച്ചിരി പെപ്പറും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ ടൊമാറ്റോ ഒന്ന് അതായിട്ട് വരുന്ന സമയം കൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ഇച്ചിരി ഒരു തുള്ളി ചേർത്തിട്ടുണ്ട്. ചേച്ചി സ്കൂളിൽ നിന്ന് ഇറങ്ങി പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചേ, ശരിക്കും ചേച്ചിക്ക് പേടി ഉണ്ടായിരുന്നില്ലേ? കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ഒത്തിരി ചിന്തിച്ചില്ല. അത് ഇറങ്ങി പോയപ്പോ അത്രയും ഓർത്തില്ല. അവിടെ ചെന്നപ്പോഴാണ് അങ്ങ് വൈകുന്നേരം ആവാൻ തുടങ്ങി, 6 മണി സമയമായി. അപ്പം ചെറുതായിട്ട് മഴ തൂളാൻ തുടങ്ങി, മഴക്കാറ് അതെല്ലാം കൂടെ കണ്ടപ്പം ആകെ വിഷമായി. പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന അതിശയത്തോടെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴെങ്ങാനും ആണ് അങ്ങനെ ഇറങ്ങിപ്പോയെന്നുണ്ടെങ്കിൽ തിരിച്ചു വരവൊക്കെ. അതെ, എന്റെ പാരന്റ്സ് ഒക്കെ എപ്പോഴും പറയും അത് എന്തോ ഭാഗ്യത്തിനാണ്. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് ആ സമയത്ത് തന്നെ എന്റെ കാവൽമാലാക കാത്തതുപോലെ എനിക്ക് ഒരു ഫീലിംഗ്. കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്. അല്ല എന്തൊക്കെ സംഭവിക്കാം അല്ലെ, ഇറങ്ങിപ്പോകുന്നു, പിള്ളേര് സേഫ് അല്ല, നമ്മൾ ആരും തന്നെ പുറത്ത് സേഫ് അല്ല. അതും ഇത്രയും പറ്റുന്നില്ല, ഒരു 7 കിലോമീറ്ററോളം അങ്ങനെ. അതെ അതെ അതെ. അപ്പൊ അത് എനിക്ക് തോന്നി അപ്പൊ തൊട്ടേ ആ ഒരു സംരക്ഷണം നമുക്ക് അത് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചേച്ചിനെ കണ്ട നിമിഷം തൊട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കഥകളാ ചേച്ചിക്ക്, ഒത്തിരി അനുഭവങ്ങളാ ചേച്ചിക്ക് ഉള്ള പോലെ എനിക്ക് സത്യത്തില് നമ്മളിപ്പോ ഓരോരുത്തരോടൊക്കെ സംസാരിക്കുമ്പം അവർക്കുള്ള അനുഭവങ്ങളെ വെച്ചിട്ട് എനിക്ക് വളരെ കുറവാ. കാരണം ഞാനിങ്ങനെ അതാ പറഞ്ഞത്, നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന അതിനെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല. എല്ലാം നോക്കി ഇപ്പൊ സംസാരിച്ച് ആൾക്കാരോട് മിണ്ടി അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. നമുക്ക് തന്നെ സ്വയം അനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങളും നമുക്ക് ഏറ്റെടുത്ത് നമുക്ക് നമ്മുടെ എഴുതാൻ പറ്റും. എഴുത്തുകാരിയെ ഉണർത്തുന്നത്. അതെ അതെ അതെ. ഇവിടെ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ പറഞ്ഞ വീടുകളെല്ലാം ഇപ്പൊ അക്കര വീട്, മാർമല വീട് എന്നൊക്കെ കാവൽക്കാരിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഈ അക്കര വീട് എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മ വീട് ചുങ്കപ്പരക്കിലെയാണ്. അപ്പൊ ചുങ്കപ്പരക്കിലെ വീടുണ്ട്, അവിടെ മോളിൽ പോയി ഇരുന്ന് കുറെ നേരം ചിന്തിച്ച് അതൊക്കെ എന്നെ ഒത്തിരി എന്നാ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പരിസരങ്ങള്, ഇവിടുത്തെ ആളുകള്, ഇവിടുത്തെ കഥകള്. ഇവിടുത്തെ ആളുകളെ എനിക്കൊന്ന് നമുക്കും ഭയങ്കര ഇന്റിമേറ്റ് ആണ്. അതെ, നമുക്ക് വന്നു കഴിയുമ്പോഴേ പറയുമ്പോഴേ അറിയാം എല്ലാവരെയും.
കറക്റ്റ്. നമുക്കിപ്പോ ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഇനി ചിക്കൻ ചേർക്കാൻ പോവാ. എന്താണ് ടെസ്സയുടെ ഫേവറേറ്റ് ഡിഷ്? ഫേവറേറ്റ് ഡിഷ് എന്നൊക്കെ ചോദിച്ചാൽ നല്ല എല്ലുങ്കപ്പൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലിങ്കപ്പ വീക്ക്നെസ് ആണല്ലേ? അതെ, വീക്ക്നെസ് ആണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഈ ചിക്കൻ കറികളാണ് വീക്ക്നെസ്. നോമ്പൊക്കെ ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആട്ടോ ഉണ്ടാക്കാൻ. നമ്മുടെ ഈ സംഗതികളെല്ലാം ഒന്ന് നേരത്തെ ഒന്ന് എല്ലാം തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഈ ഈസ്റ്റർ സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മമാരെല്ലാം തന്നെ തലേ ദിവസം അടുക്കള കയറി എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ചെയ്താൽ കുറച്ച് എളുപ്പം ആയിരിക്കും. എല്ലാരും ഇങ്ങനെ പരവേശപ്പെട്ട് നിൽക്കുന്ന സമയത്ത് രാവിലെ എല്ലാം റെഡി ആവും പെട്ടെന്ന്. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഈ മസാല എല്ലാം ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുള്ളി വെള്ളം ഒഴിക്കുക. ഇനി വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കും, ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കും. കാരണം നമ്മളിത് കറിയാണല്ലോ. അപ്പൊ പിടിയുടെ കൂടെ നമുക്ക് ഇച്ചിരി ചാറ് വേണം. ഒരു ഭയങ്കര കുഴഞ്ഞൊരു പരുവല്ലാതെ റോസ്റ്റ് അല്ലാതെ നമുക്ക് ഇച്ചിരി ചാറോട് കൂടി ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച്, തുള്ളി മതി, ഇതിനകത്തുനിന്ന് ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അങ്ങനെ വെക്കാം നമുക്ക്. ഇച്ചിരി വെള്ളം ഞാനിങ്ങനെ ചേർക്കാണേ. നമുക്കേ ഇതിനി മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കി എടുക്കാം. പിടിയുടെ ആദ്യ സാധനങ്ങൾ ഒരു 3 വെളുത്തുള്ളി, 3 കുഞ്ഞുള്ളി, പിന്നെ ഇച്ചിരി ജീരകം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ എന്നാ വെച്ചാൽ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് അരിപ്പൊടിക്കകത്തോട്ട് 1 കപ്പ് തേങ്ങ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് വാട്ടി കുഴച്ച് നമ്മള് അപ്പൊ ഉരുട്ടി എടുക്കണം. ചതച്ചിപ്പ കൊണ്ടുവരാം. നമുക്ക് ഈ പിടിക്കുള്ള ഇത് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ചതച്ചിരിക്കുന്ന ഈ സംഭവം ഇട്ട് കൊടുക്കാവേ. ഇതൊരു 3 മിനിറ്റ് സിമ്മിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കണം. പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ തുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് സെറ്റ് ആവട്ടെ. പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഈ വെള്ളമാണ് നമുക്ക് പിടിക്ക് വാട്ടി കുഴക്കാനുള്ളത്. ഇതിപ്പം ആയിട്ടുണ്ടേ, നന്നായിട്ട് തിളച്ചു. നമുക്ക് ഇനിയിപ്പോ തേങ്ങയും പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്തോട്ടേക്ക് ഇച്ചിരി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കണം. ഇത് മൊത്തം നമ്മൾ യൂസ് ചെയ്യരുത്, കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. നമുക്ക് പിടി ഉണ്ടാക്കി അത് വേവുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ലൂസ് ആവാനൊക്കെ അല്ലേ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്താ പറഞ്ഞാൽ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും കൂടെ ഉള്ള ഒരു മിക്സിന്റെ മണം ഭയങ്കര. ഇതിപ്പം നല്ല പരുവായിട്ടുണ്ട്. നമുക്കിത് ഉരുട്ടണം. നല്ല ചൂടായിരിക്കുവേ. അപ്പൊ പക്ഷെ എന്നാ പറയുക, ഇപ്പൊ ഇത് ഉരുട്ടിയില്ലെങ്കിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തില് എടുത്താൽ മതി. ഇപ്പൊ ഇത് ഉരുട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഇത് പിന്നെ കട്ടയാവും, അതുപോലെ സോഫ്റ്റ് ആവത്തില്ല നമ്മൾ പിടിക്കുമ്പോ. ഇത്രയും വലുതാവാ അല്ലേ? എപ്പോഴും ചേച്ചിയുടെ മാലാഖമാരോട് അസോസിയേറ്റ് ചെയ്തൊരു കഥ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഓരോ മാലാഖമാരും നമ്മുടെ അടുത്ത് എത്താൻ ഓരോ കഥകളുണ്ട്. എല്ലാ മാലാഖമാരും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി തന്നെ ഇത് ഇങ്ങനെയൊക്കെ മാലാഖമാരുണ്ടോ? ചിലർ പറയും മാലാഖമാര് പെണ്ണുങ്ങളില്ല. പിന്നെ ചിലർ പറയും ഇതൊക്കെ ബൈബിളിലുള്ള പേരുകളാണ്. അല്ല, ഒന്നുമല്ല. നമ്മള് ഞാൻ തന്നെ ഇടുന്ന പേരുകളാണ്, നമുക്ക് മനസ്സിൽ തോന്നുന്ന, നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷെ ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ മാലാഖമാര് നമുക്ക് ചുറ്റും ഉണ്ട്. മാലാഖമാരുടെ ഒരു സാന്നിധ്യവും മാലാഖമാരുടെ കഥകളും എനിക്കൊന്ന് ശരിക്കും ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. എനിക്കത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ മെസ്സേജ് ഇടും. അപ്പോഴാണ് ഓരോ അമ്മമാര് മെസ്സേജ് ഇടും. അവരുടെ മക്കള് രാത്രിയിൽ കിടക്കുമ്പം, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ മാലാഖ റീൽസ് ഉണ്ടാവും. അപ്പം അത് കണ്ടിട്ട് കിടക്കുന്നവരുണ്ട്. പേരുകള് ബൈഹാർട്ട് ചെയ്ത് വെച്ച പിള്ളേരുണ്ട്. അവരോരോ മാലാഖമാരെ മേടിച്ചിട്ട് അവര് കളക്ട് ചെയ്യാൻ തുടങ്ങി. അവരതിന് പേരിട്ടു. അത് ഭയങ്കര നമ്മുടെ പേര് തന്നെയായിരിക്കും. അവരിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു മാലാഖയ്ക്ക് ചിറക്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുളുക്ക്, ഇതൊക്കെ പേരുകളാണ്. അപ്പം അവരെനിക്ക് മെസ്സേജ് ചെയ്യും, ഞങ്ങളും ഒരു മാലാഖനെ മേടിച്ചു, കുഞ്ഞുളുക്കെന്ന് പേരിട്ടു, എന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരും. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി ഒരു ബുക്ക് എഴുതുന്നുണ്ട്.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാലാഖമാരെ ബേസ് ചെയ്ത ഒരു സ്റ്റോറി. അപ്പൊ ചേച്ചി ഞാൻ തന്ന മാലാഖേനെ ഇവിടെ വെക്കോ അതോ ബാംഗ്ലൂർ കൊണ്ടുപോകോ? എനിക്ക് കൂട്ടായിട്ടൊരു മാലാഖ വന്നിട്ടുണ്ട്, തൂവല്. അപ്പൊ തൂവലിന്റെ കൂട്ടത്തില് ഞങ്ങള് ആലിനെയും കൊണ്ടുപോയി നമ്മുടെ മാലാഖമാരുടെ ചില്ലുകൂടാരത്തിൽ വെക്കും. അപ്പൊ അവരെല്ലാം അവിടെ കാത്തിരിക്കുക. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം സ്റ്റോറി ഇടും, വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഏതെങ്കിലും ഒരു മാലാഖേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ ഒരു കുന്തിരിക്കത്തിന്റെയും അതിന്റെയൊക്കെ ഒരു സുഗന്ധം ഉണ്ടാവും. ആ സമയത്ത് ഓരോ മാലാഖമാരെ പറ്റിയിട്ടും ഒരു സ്റ്റോറി ഇടും, അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി. പാചകവെടിയുടെ ഒപ്പം തന്നെ പിടിയും റെഡി. ഈ വെള്ളത്തിനകത്താണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്, ഇത് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പം പക്ഷെ നമുക്കിപ്പോ ഈ പാലിച്ചിര ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇത് നമുക്ക് എടുക്കുക. ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങള് ഞാനൊന്നും കേട്ടില്ല. ഞാൻ ചോദിച്ചില്ല എന്ന് പറയണം. എനിക്കൊന്ന് മാലാഖമാരുടെ വിശേഷത്തിൽ അങ്ങ് സ്റ്റക്കായിരുന്നു. എനിക്ക് ഒരു മോളാ ഉള്ളെ, ആഞ്ചലിൻ. നമ്മള് ആൻറ്റി എന്ന് വിളിക്കും വീട്ടില്. പിന്നെ ഹസ്ബൻഡ് സെബാസ്റ്റ്യൻ ജോൺ, സിബി എന്ന് വിളിക്കും. അവര് ബാംഗ്ലൂർ, നമ്മള് ബാംഗ്ലൂർ ആണ്. ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ വരും. അതെ, നമുക്ക് നൊസ്റ്റാൾജിയും ഓർമ്മകളും പുതിയ മെമ്മറീസും ഒക്കെ ഉണ്ടാക്കണ്ടേ. അങ്ങനെ പിന്നെ വൈകുന്നേരങ്ങളില് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും മാർമലയ്ക്ക് ഒരു ട്രിപ്പ് അടിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയും പേരമ്മയും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം അവര് 6:30 ആകുമ്പോൾ കൃത്യം ഞങ്ങക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്, കൊന്ത ചൊല്ലും. അപ്പം ഫോൺ വിളിക്കും. അപ്പൊ നമ്മള് ഓൺലൈനിൽ നിന്ന് കൊന്ത ചൊല്ലും. അതെ. അപ്പൊ ഞാൻ മാർമല വീട്ടിൽ കൂടെ ഒക്കെ ഒന്ന് കേറി ഇറങ്ങി വരും, ഒരുമിച്ച് പ്രാർത്ഥിച്ച്. അത് മുടക്കാറില്ല. ഇത് ഭയങ്കര നല്ലൊരു കസ്റ്റമാട്ടോ. ഇത് നമ്മള് ഇളക്കാൻ പാടില്ല, കാരണം നമ്മൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ വലിയ പാത്രമാണ് വേണ്ടത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം അതിനകത്തോട്ടേക്ക് പോയിട്ടുണ്ട്. നമ്മള് ഈ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലേ, തലപ്പാലും നമ്മുടെ ഈ അരിപ്പൊടിയും കൂടെ, ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുത്ത് നമ്മൾ ഇതിന്റെ ഇത് ആഡ് ചെയ്യണേ. ഒരു ഇതായി വന്നു അല്ലേ? കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. ചേച്ചി എപ്പോഴൊക്കെയോ പറഞ്ഞു വെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ സ്റ്റക്കായി പോവരുത്. പല കാര്യങ്ങള് മീൻസ് പാരലലി അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു എല്ലാത്തിനും, ഒരു മെന്റൽ ഗ്രോത്തിനും എല്ലാം നല്ലത്. ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ്. ഞാൻ ഇപ്പം എഴുതും, അതേസമയം തന്നെ ക്രോഷ്യ ഏഞ്ചൽസിനെ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതെന്നു വെച്ചാൽ മിക്കവരും ചോദിക്കുന്നത് കുഞ്ഞു പിള്ളേരുടെ കാർ സീറ്റിൽ വെക്കാന്, അല്ലെങ്കിൽ അവരുടെ ക്രാഡില് തൊട്ടിയുടെ അവിടെ വെക്കാന്. അപ്പം നമ്മള് പണ്ട് പറയത്തില്ലേ, കുഞ്ഞു പിള്ളേർ ചിരിക്കുന്നത്, ഉറക്കത്തിൽ ചിരിക്കുന്നത് മാലാഖമാരെ ചിരിപ്പിക്കുന്ന പോലെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ചിലര് മിസ്കാരേജ് ആയ മദേഴ്സ് ഒക്കെ, ചേച്ചി ഞങ്ങൾക്ക് ഒരു മാലാഖനെ ഉണ്ടാക്കി തരാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നും. അതെ. എന്നിട്ട് അത് കിട്ടിയിട്ട് എല്ലാവർക്കും പേരും കൊടുക്കും. എന്നിട്ട് അവരത് ഫോട്ടോ അയച്ചു തരും. അപ്പൊ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നും. വെന്തിട്ടുണ്ട് ഇത്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചേച്ചി ഈ കറി ഞാൻ ഈ പാത്രത്തിലേക്ക് എടുക്കുവാണേ. ഓ, അതായിട്ടില്ലേ? ആയി. പിന്നെ അപ്പൊ നമ്മുടെ പിടിയും കോഴിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരിക്കലും വന്ന വഴികളെ മറക്കാത്ത, ഓർമ്മകളെ നെഞ്ചോട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു എഴുത്തുകാരി. ഒരുപാട് മലയാളികളെ മാത്രമല്ല, ഒത്തിരി യൂത്തിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് തന്നെ എനിക്ക് തികച്ച് പറയാൻ പറ്റുന്ന ഒരു വാക്ക്. അതെനിക്ക് ചേച്ചിനെ, ആ വിശേഷണം ചേച്ചിക്ക് അത് വളരെ മനോഹരമായിട്ട് ചെയ്തു. സോ ഉദ്ദിതന്റെ ആനന്ദവും ഒരുപാട് സന്തോഷവും മാലാഖമാരുടെ സംരക്ഷണവും എന്നും ചേച്ചിയോടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മളോടൊപ്പം ഉണ്ട്, അത് നമ്മൾ അറിയണം. അതുകൂടാതെ മാലാഖമാരുടെ കാര്യം പറഞ്ഞതും എൻ്റെ ഒരു കോൺസെപ്റ്റില് എനിക്ക് തോന്നുന്നത്, മാലാഖമാർക്ക് എൻ്റെ കൂടെ ഉള്ള മാലാഖമാർക്കൊന്നും അങ്ങനെ വലിയ സൂപ്പർ പവർ ഉള്ളവരോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴേ കാര്യങ്ങൾ നേടിത്തരുന്ന അതൊന്നുമല്ല. നമ്മളൊന്ന്
ഒന്ന് വിഷമിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഹൃദയം തകർന്നിരുന്നു പോയാൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവര് നമ്മളെ താങ്ങി ഉയർത്തെണീപ്പിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത്. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്കാണെങ്കിലും അവരും അത് അറിഞ്ഞു വളരുക, അവർക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ.